നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. മെയ് മാസം നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവർ വഴി നേട്ടമുണ്ടാകുന്നതായി കാണുന്നു. ബിസിനസ്, സ്വയം തൊഴിൽ തുടങ്ങിയ കർമ്മരംഗങ്ങളിലുള്ളവർ ആണെങ്കിൽ സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. വസ്തുവകകൾ വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. വസ്തുവകകൾ വാങ്ങുന്നതിൽ സാമ്പത്തിക ലാഭം നേടുവാൻ സാധിക്കും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഉറച്ച തീരുമാനങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതായാണ് മനസ്സിലാവുന്നത്. മാസത്തിലെ അവസാന ആഴ്ചകളിൽ ഭാഗ്യം മൂലം അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതായി കാണാവുന്നതാണ്. അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാസം. എല്ലാ കർമ്മരംഗങ്ങളിൽ ഉള്ളവർക്കും പൊതുവെ അനുകൂലമായ മാസമാണ് മെയ്. ജോലി സംബന്ധമായ മാറ്റങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും ശ്രമിക്കുന്നവർക്ക് വളരെയധികം അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് സംബന്ധമായി ദൂര യാത്രകളോ വിനോദയാത്രകളോ നടത്തേണ്ടതായി വരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽപരമായ ചില പ്രതിസന്ധികൾ നേരിട്ടേക്കാവുന്ന മാസമാണ്. ശ്രദ്ധിക്കണം. ജീവിതശൈലീ രോഗങ്ങൾ അലട്ടുവാൻ ഇടയുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അഭിലഷണീയം. ബന്ധുജന സമാഗമം മുഖേന നിങ്ങൾക്ക് ഗുണങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ബന്ധുജന മിത്രാദി സന്ദർശനം ഒഴിവാക്കേണ്ട ആവശ്യമില്ലെന്ന് സാരം. എഴുത്തുകാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. എന്നാൽ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ ചില തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ചില തെറ്റിദ്ധാരണയുടെ പേരിൽ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. തങ്ങളുടെ ജോലി ഉത്തരവാദിത്തങ്ങൾ കൂടാതെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി സ്വയം ഏറ്റെടുക്കുവാൻ ഇടവരുന്ന മാസമാണ്. മെയ് മാസം പകുതിയോടെ ഇത്രയും നാൾ അനുകൂലിച്ച് നിന്നവരിൽ നിന്ന് പോലും ആക്ഷേപകരമായ വാക്കുകൾ കേൾക്കേണ്ടതായി വന്നേക്കാവുന്ന സമയമാണ്. മെയ് മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. കച്ചവടക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വസ്തുവിൽപ്പനയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. കലാ, കായിക, സിനിമാ രംഗങ്ങളിൽ ഉള്ളവർക്ക് ഉന്നത വിജയവും പ്രശസ്തിയും അംഗീകാരവുമാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത അഭിവൃദ്ധിയും പ്രശസ്തിയും തന്നെയാണ് കാണുന്നത്. പൊതുവെ പ്രതിസന്ധികളെല്ലാം തന്നെ മാറി നിൽക്കുന്ന മാസമായിട്ടാണ് തെളിയുന്നത്. മെയ് 16 തീയതിയോടെ മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. സഹായികളിൽ നിന്നും പലവിധത്തിലുള്ള ഉപകാരങ്ങൾ ലഭിച്ചേക്കാം. നിലവിലുള്ള പ്രണയകാര്യങ്ങൾക്ക് വിവാഹ തീരുമാനത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ള അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ വളരെയധികം ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കേൾക്കുവാനുള്ള യോഗം കാണുന്നു. കടങ്ങൾ തീർക്കുന്നതിനുള്ള മാർഗങ്ങൾ ലഭ്യമാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പൊതുവെ ഒരു അയവ് കാണുന്ന മാസമാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കാളിയാകുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. തന്മൂലം ഈശ്വരാനുകൂലം വർദ്ധിക്കുന്ന സമയമാണ്. കലാ, സാഹിത്യ, സിനിമാ പ്രവർത്തകർക്ക് മാസാവസാനത്തോടെ തന്നെ ചെറിയ മന്ദത കാണുന്നുണ്ടെങ്കിലും പുതിയ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യത തെളിയുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ആരോപണങ്ങളിൽ നിന്നുള്ള പരിഹാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മെയ് മാസം അവസാന ആഴ്ചകളിൽ അപമാന ഭീതിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കുന്നത് അഭികാമ്യമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണിത്. നിങ്ങളുടെയും മാതാപിതാക്കളുടെയും ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കകൾക്ക് തീരെ സാധ്യതയില്ലാത്ത സമയമാണ്. ആരോഗ്യപരമായി മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നർത്ഥം. എന്നാൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിയമ നടപടിക്കുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾക്കിടയിൽ വാക്തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നതിനാൽ അവരുമായി ഇടപഴകുമ്പോൾ വാക്കുകൾ അല്പം ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. വിവാഹിതരാണെങ്കിൽ ദാമ്പത്യ സൗഖ്യം, സമാധാനം, ശ്രേയസ് എന്നിവ കാണുന്നുണ്ട്. സന്താന ശ്രേയസ് അനുഭവയോഗമായി തീരുന്ന മാസമാണിത്. 4, 13, 14, 22, 24 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്.
രോഹിണി, പുണർദം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്രക്കാരെ ചേർക്കാവുന്നതാണ്. 4 ആണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. പിങ്ക് ആണ് ഭാഗ്യനിറം. വെള്ളിയാഴ്ച ദിവസമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായി കാണുന്നത്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും ഈ ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ സിന്ദൂരാർച്ചന നടത്തുന്നതും തട്ടകത്തെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും നിലവിലുള്ള താൽക്കാലിക ദോഷപരിഹാരങ്ങൾക്കും സഹായകമായി തീരുന്നു. ജാതിമത ഭേദമന്യേ തങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഉത്തമ ദിവസങ്ങളിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.